ചെല്ലപ്പനും സംസാരിക്കുന്ന പ്ലാവും. ചെല്ലപ്പൻ നാട്ടിലെ ഒരു കടുപ്പക്കാരനായ കർഷകനാണ്. പുള്ളിയുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു പഴയ വലിയ പ്ലാവ് വെട്ടുമാറ്റി അവിടെ പുതിയൊരു വീട് വയ്ക്കാൻ ചെല്ലപ്പൻ തീരുമാനിച്ചു. പ്ലാവ് വെട്ടാൻ മഴവും തുമ്പയുമായി ഇറങ്ങിയപ്പോൾ നാട്ടിലെ പഴയ കാരണവർ പറഞ്ഞു, എടാ ചെല്ലപ്പ, അത് വെട്ടണ്ട. ആ പ്ലാവിൽ നിന്നെ മരിച്ചുപോയ അമ്മൂമ്മയുടെ ആത്മാവുണ്ടെന്നാ പറയപ്പെടുന്നത്. നീ അത് വെട്ടിയാൽ അമ്മൂമ്മയ്ക്ക് ദേഷ്യം വരും. ചെല്ലപ്പൻ പുച്ഛത്തോടെ ചിരിച്ചു. അമ്മൂമ്മ പോയിട്ട് പപ്പൂമ്മ വന്നാലും എനിക്ക് ഈ പ്ലാവ് വെട്ടണം. എനിക്ക് വീട് വയ്ക്കാൻ ഈ മരം ഇവിടെ നിന്നാൽ പറ്റില്ല. ചെല്ലപ്പൻ മഴു എടുത്ത് പ്ലാവിൽ ആദ്യത്തെ വെട്ടുകൊടുത്തു. പെട്ടെന്ന് പ്ലാവിനുള്ളിൽ നിന്നും ഒരു ഗംഭീര ശബ്ദം കേട്ടു. എടാ, നിനക്ക് ചായ കുടിക്കാൻ സമയമായില്ലേടാ മോനെ. ചെല്ലപ്പൻ ഞെട്ടി വിറച്ചു. ചുറ്റും നോക്കി, ആരുമില്ല. അവൻ ചിരിച്ചു. എന്നെ ആരോ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അവൻ വീണ്ടും മഴ ഉയർത്തി. ഉടനെ ശബ്ദം വീണ്ടും വന്നു. ആ മഴുവിന് മൂർച്ചയില്ലല്ലോടാ, പോയി അല്പം എണ്ണ തേക്ക്. ചെല്ലപ്പന്റെ കയ്യിൽ നിന്നും മഴ താഴെ വീണു. പ്ലാവ് ശരിക്കും സംസാരിക്കുന്നു. തന്റെ പരിയേരയായ അമ്മൂമ്മയുടെ അതേ ശബ്ദം. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അമ്മൂമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ പ്ലാവ് വെട്ടില്ല. ഇനി മുതൽ ഞാൻ നിങ്ങളെ പൊന്നുപോലെ നോക്കാം. അന്നു മുതൽ ചെല്ലപ്പൻ മാറി. അവൻ ആ പ്ലാവിനോട് വിശേഷങ്ങൾ പറയും. പ്ലാവ് തിരിച്ചു ഉപദേശങ്ങൾ നൽകും. ചെല്ലപ്പാ, നീ ഇന്ന് ചന്തയിൽ പോകണ്ട, മഴ പെയ്യും. ചെല്ലപ്പാ, ആ പലിശക്കാരൻ കിട്ടപ്പന് പൈസ കൊടുക്കണ്ട, അവൻ നിന്നെ പറ്റിക്കും. ചെല്ലപ്പൻ ഇതെല്ലാം കേട്ടപ്പോൾ പ്ലാവ് പറയുന്നതെല്ലാം സത്യമാണല്ലോ എന്ന് കരുതി പ്ലാവിനെ പൂജിക്കാൻ തുടങ്ങി. നാട്ടുകാർ പറഞ്ഞു, ചെല്ലപ്പന് ഭ്രാന്തായി. പക്ഷേ പ്ലാവ് പറയുന്നതെല്ലാം സത്യമാകുന്നത് കൊണ്ട് ചെല്ലപ്പൻ വലിയ ഭക്തനായി മാറി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ചെല്ലപ്പന്റെ ശത്രുവായ അയൽവാസി കിട്ടപ്പൻ മതിലിനിപ്പുറം ഇരുന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കിട്ടപ്പൻ കയ്യിലിരുന്ന് ഒരു വാക്കി ടോക്കി എവിടത്തി പറഞ്ഞു, എടാ മണ്ടൻ ചെല്ലപ്പ, നിന്റെ അമ്മൂമ്മയുടെ ശബ്ദം ഞാൻ മിമിക്രി കാണിച്ചതാണ്. നിന്റെ പറമ്പിലെ പ്ലാവ് വെട്ടിയാൽ എന്റെ വീട്ടിലേക്ക് ഉച്ചവെയിൽ അടിക്കുമെന്ന് പേടിച്ചാണ് ഞാൻ ഈ പ്ലാൻ ഇട്ടത്. പ്ലാവിൽ ഒളിപ്പിച്ചു വെച്ച സ്പീക്കർ വഴി നിന്നെ ഞാൻ പറ്റിക്കുകയായിരുന്നു. പിന്നെ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. കിട്ടപ്പൻ അത്ഭുതപ്പെട്ടു. എന്താടാ ചിരിക്കുന്നത്? നിനക്ക് നാണക്കേടില്ലേ? ചെല്ലപ്പൻ പതുക്കെ തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഒരു ആപ്പ് കാണിച്ചു പറഞ്ഞു, എടാ കിട്ടപ്പാ, നിന്റെ ഈ മിമിക്രി പ്ലാൻ ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. കിട്ടപ്പൻ ഞെട്ടിപ്പോയി. പിന്നെന്തിനാ നീ ഇത്രയും കാലം എന്നോട് സംസാരിച്ചത്? എന്തിനാ ഈ പ്ലാവിനെ പൂജിച്ചത്? ചെല്ലപ്പൻ പ്ലാവിനടുത്ത് ചെന്ന് അതിന്റെ ഒരു കവരത്തിൽ ഒളിപ്പിച്ചു കൊണ്ട് കാണിച്ചു. നീ എനിക്ക് അമ്മൂമ്മയുടെ ശബ്ദത്തിൽ ഉപദേശം തന്നപ്പോൾ ഞാൻ ആ ഉപദേശങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വിദേശത്തുള്ള ഒരു AI വിദഗ്ധന് വിറ്റു. നിന്റെ ഈ മിമിക്രി കേട്ട് നാട്ടിലെ ഗോസിപ്പുകളും പഴഞ്ചൊല്ലുകളും എല്ലാം പഠിക്കാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. നിന്റെ വോയിസ് ഉപയോഗിച്ചിട്ട് ആപ്പ് തന്നെ ഉണ്ടാക്കാൻ അവർ എനിക്ക് മാസം തോറും എത്ര ഡോളറുകൾ അയച്ചു തരുന്നുണ്ടെന്ന് അറിയുമോ നിനക്ക്? കിട്ടപ്പൻ വായും പൊളിച്ച് നിൽക്കുമ്പോൾ ചെല്ലപ്പൻ തുടർന്നു, ലിസ്റ്റ് അതല്ല കിട്ടപ്പ. നീ ഈ പ്ലാവ് വെട്ടാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ നിന്റെ ഈ ഉപദേശം കേട്ട് ഞാൻ പ്ലാവിനെ പൂജിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു പുണ്യ പ്ലാവാണെന്ന് കരുതി ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ എനിക്ക് ഈ പറമ്പിന് കിട്ടുന്ന വിലയുടെ ഇരട്ടി പൈസ നഷ്ടപരിഹാരമായി കിട്ടും. പക്ഷേ നിന്റെ വീടിന്റെ പകുതി ഭാഗം ഈ പുണ്യസ്ഥലത്തിന്റെ ബഫർ സോണിൽ പെടും. അതുകൊണ്ട് നിന്റെ വീട് അവർ ഇടിച്ചു നിരത്തും. സർവേ വേണ്ടി ദേ വരുന്നുണ്ട്, നീ അങ്ങോട്ട് നോക്ക്. അപ്പോഴാണ് കിട്ടപ്പൻ ദൂരേക്ക് നോക്കിയത്. ഗവൺമെന്റിന്റെ വണ്ടി ശരിക്കും കിട്ടപ്പന്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ചെല്ലപ്പൻ പതുക്കെ പ്ലാവിനോട് പറഞ്ഞു, അമ്മുമ്മേ, കളി ജയിച്ചു. കിട്ടപ്പൻ എനിക്ക് ശബ്ദം തന്നു, ഞാൻ അവന് പണി തിരിച്ചും കൊടുത്തു. കിട്ടപ്പൻ അലറി വിളിച്ചുകൊണ്ട് തന്റെ വാക്കി ടോക്കി തല്ലി പൊട്ടിച്ചു. പ്ലാവ് അവിടെ തന്നെ നിന്നു. ഇത്തവണ ശരിക്കും അമ്മൂമ്മ ചിരിക്കുന്നത് പോലെ ഒരു കാറ്റ് ആ മരത്തിലൂടെ കടന്നുപോയി. ചെല്ലപ്പന്റെ അവസാന ഡയലോഗ്, ബുദ്ധി പഠിപ്പിക്കാൻ വന്നവന് പണി കിട്ടി, ബുദ്ധി ഉപയോഗിച്ചവൻ ഡോളറും വാങ്ങി സ്ഥലം വിട്ടു.